നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. അല്പസമയം മുൻപ് വന്ന ദാരുണമായ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. വീണ്ടും ജീവനെടുത്ത് കാട്ടാൻ ഇപ്പോൾ തൊടുപുഴ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇടുക്കി മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് അല്പസമയം മുൻപാണ്. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. അമറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലാണ് യൂത്ത് ലീഗ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ അല്പസമയം മുൻപ് 24 പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് അവിടെ. ഈ യുവാവ് കൊല്ലപ്പെട്ടത് അല്പസമയം മുൻപാണ്. കാട്ടാനയുടെ ആക്രമണം ഇവിടെ സ്ഥിരം സംഭവമാണെന്നാണോ നാട്ടുകാരുടെ പരാതി? പ്രവിത, പ്രതിഷേധം സ്വാഭാവികമാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രി കാഷ്വാലിറ്റിക്ക് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സമീപ നാളുകളിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ ആളാണ്. അതായത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ ആളാണ്. അതിന്റെ പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുൻപിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുള്ളരിങ്ങാട് സ്വദേശി അമർ എന്ന 22 വയസ്സുകാരനായ യുവാവാണ് കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നേരിമംഗലം വനമേഖലയിൽ നിന്ന് ഈ മുള്ളരിങ്ങാട് ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനകളാണ്. 8 ആനകളാണ് ഈ പ്രദേശത്തുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവയെ തുരത്തണമെന്ന് പലപ്പോഴായി നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അതിനുള്ളൊരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപവും ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ കാട്ടാന ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 3:30 തേക്കിൻകൂപ്പിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെ തിരികെ കൊണ്ടുവരാനായി പോയപ്പോഴാണ് അമറിന് കാട്ടാന ആക്രമണം ഏൽക്കേണ്ടി വന്നത്. അമറിനൊപ്പം മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും, അതായത് ഈ കാട്ടാനയെ കണ്ട് ഈ പശു വിരണ്ടോടുകയും അങ്ങനെ അമറിന്റെ കാലിൽ പശുവിന്റെ കയർ ചുറ്റുകയും മറിഞ്ഞു വീഴുകയുമായിരുന്നു. അങ്ങനെ കാട്ടാനയുടെ മുൻപിൽ അകപ്പെട്ട് ദാരുണമായ ആക്രമണത്തിന് ഇരയായി എന്നുള്ളതാണ് അറിഞ്ഞത്. അതിനുശേഷം ഈ അമറിനൊപ്പം ഉണ്ടായിരുന്ന യുവാവ് ഓടി പുറത്തേക്ക് എത്തി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരെത്തി അമറിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും മരണം സംഭവിച്ചു എന്നുള്ളതാണ് അത്യന്തം ദുഃഖകരമായ സംഭവം. പലപ്പോഴായിട്ട് ഈ കാട്ടാന ആക്രമണത്തിൽ പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുമെന്ന് വനംവകുപ്പ് പറഞ്ഞപ്പോഴും അത് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പലപ്പോഴായിട്ട് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഒരു നിത്യ സംഭവമായിട്ടും വനംവകുപ്പ് എന്തേ ഒരു ആലസ്യം ഈ കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നതിൽ കാണിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരിമംഗലം വനമേഖലയിൽ നിന്ന് പെരിയാർ കടന്നാണ് ഈ മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ എത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ ആനകളെ തുരത്താൻ വേണ്ടിയുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണതോതിൽ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ആ ദൗത്യം ഉപേക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോയത്. എന്തായാലും നാട്ടുകാർക്കും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ ഈ ആശുപത്രിക്ക് മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പോലീസ് ഈ പ്രതിഷേധക്കാരെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുകൂടി മനസ്സിലാകുന്നു. എന്തായാലും പ്രതിഷേധം കൂടുതൽ കനക്കാനുള്ള സാധ്യതയാണ്. കാരണം കാട്ടാന ആക്രമണത്തിൽ സമീപ നാളുകളിൽ കുട്ടമ്പുഴയിലെ സംഭവമാണെങ്കിലും നേരിമംഗലത്തെ സംഭവമാണെങ്കിലും ഇപ്പോൾ മുള്ളരിങ്ങാടെ സംഭവമാണെങ്കിലും അതെല്ലാം ഒരു മാസ കാലയളവിൽ സംഭവിച്ച ദാരുണ സംഭവങ്ങളാണ്, അല്ലെങ്കിൽ മരണങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും വനംവകുപ്പിന്റെ ഇടപെടൽ എന്തുകൊണ്ടോ ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൽ, അല്ലെങ്കിൽ വന്യജീവി ആക്രമണം തടയുന്നതിൽ എന്തുകൊണ്ടോ അവർക്ക് അത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നാട്ടുകാർ പലപ്പോഴായിട്ട് ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ പ്രധാനപ്പെട്ട പരാതി, ആക്ഷേപം എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ടു കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല ഈ കാട്ടാന ആക്രമണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ 10 ലക്ഷത്തിന് വേണ്ടി മനുഷ്യരുടെ ജീവൻ ബലി കൊടുക്കാൻ ഇനി ആളുകൾ തയ്യാറല്ല
എന്നുള്ളൊരു സൂചനയും മുന്നറിയിപ്പും ഈ കുട്ടമ്പുഴ സംഭവത്തിൽ തന്നെ നാട്ടുകാർ മുന്നോട്ട് വെച്ചതാണ്. ആ സംഭവം നടന്ന് 2 ആഴ്ച പോലും തികയുന്നതിന് മുമ്പ് അടുത്ത ആൾ അമർ 22 വയസ്സ് മാത്രമാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ആ കുടുംബം നോക്കാൻ വേണ്ടി ആ പാവം യുവാവ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്, പശുവിനെ ഉൾപ്പെടെ വളർത്തിക്കൊണ്ടിരുന്ന ആളാണ്. ആ യുവാവാണ് ഇപ്പോൾ ദാരുണമായി കാട്ടാന ആക്രമണത്തിൽ കാട്ടാനയുടെ കലിക്ക് ഇരയായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കടകരവുമായ കാര്യം. രാഹുൽ, ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാടിനകത്ത് വെച്ചാണോ? കൂട്ടമായി കാട്ടാനകൾ എത്തുകയായിരുന്നോ? ഇത് കാട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വനമല്ല, ഇത് തേക്കിൻ കൂപ്പാണ്, തേക്ക് പ്ലാന്റേഷൻ ആണ്. അത് വനം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല, അത് വനമേഖലയല്ല. പക്ഷെ വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ് എന്നതുകൊണ്ട് മാത്രം വനം വകുപ്പിന് അവിടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു വനമേഖലയായിട്ട് കൂട്ടാൻ കഴിയില്ല. സാധാരണ ആളുകൾക്കൊക്കെ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൊരു സ്ഥലമാണ്. അവിടെ തേക്കിൻ കൂപ്പാണ്, അവിടെയാണ് പശുവിനെ മേയാനായിട്ട് വിട്ടിരുന്നത്. മേയാൻ വിട്ടിരുന്ന പശുവിനെ തിരിച്ചു വിളിക്കാൻ പോയപ്പോഴാണ്, സ്ഥിരമായിട്ട് ഈ പ്രദേശത്ത് മേയാൻ പശുക്കളെ വിട്ടുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇത് മുമ്പൊന്നും, വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇത്തരം കാട്ടാനകളുടെ ശല്യമുണ്ടെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് സമരം നടത്തിയിട്ടുണ്ട്, ഫോറസ്റ്റ് ഓഫീസുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അതിനൊരു തീരുമാനമുണ്ടാക്കിയോ? ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയിട്ട് ഇന്ന് വരെ അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെയോ ഒരു അധികാരി വർഗത്തെ ഒരുത്തരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നിവിടെ ഞങ്ങളുടെ പ്രവർത്തകന്റെ മോർച്ചറിയിലേക്ക് ഫോറസ്റ്റ് ഓഫീസർ എത്തിയിരിക്കുന്നു. എന്തിനാ അയാൾ എത്തിയിരിക്കുന്നത്? അയാളെ ആ മോർച്ചയുടെ വാതിക്കൽ ഞങ്ങൾ അടുപ്പിക്കില്ല. നാളെ നേരം വെളുത്തോടെ തൊടുപുഴയിലുള്ള മുട്ടത്തുള്ള എല്ലാ ഫോറസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ശക്തമായ സമരമായിട്ടുണ്ടാകും. ഞാൻ കൂടുതലൊന്നും പറയില്ല. പ്രിയപ്പെട്ട ഇതിനെക്കുറിച്ച് പറയാൻ, ഈ പ്രതിഷേധത്തിനെ കുറിച്ച് പറയുവാൻ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി സുധീർ സാഹിബിനെ ക്ഷണിക്കുന്നു. വലിയ പ്രതിഷേധമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് അവർ വീണ്ടും പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. രാഹുൽ, ഇവിടെ ഈ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നുണ്ട്, അതിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ നാട്ടുകാരുടെയും ഒപ്പം ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ആക്രമണം ഉണ്ടായത് വനം വകുപ്പിന്റെ അല്ലെങ്കിൽ വനം വകുപ്പിന് അധീനപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് ഇനി കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്ന് വനം മന്ത്രി കൂടി പറയുന്നുണ്ട്. അത്തരത്തിൽ അതുകൂടി കൂടുതൽ പ്രതിഷേധത്തിനിടയാക്കാനുള്ളൊരു സാഹചര്യമല്ലേ നിലവിലുള്ളത്? തീർച്ചയായിട്ടും വനമന്ത്രി അത്തരമൊരു പത്രക്കുറിപ്പ് ഇറക്കിയതിൽ തന്നെ വലിയ പ്രതിഷേധം നിലവിൽ ഉണ്ട്. കാരണം ഈ സംഭവം എങ്ങനെയാണ് നടന്നതെന്നുള്ള ആദ്യ വരികളിൽ വനമന്ത്രിയുടെ പത്രക്കുറിപ്പിലുണ്ട്. അതായത് വനത്തിൽ തേക്ക് പ്ലാന്റേഷൻ വിട്ടിരുന്ന പശുവിനെ തിരിച്ച് വിളിക്കാൻ വേണ്ടി പോയ സമയത്താണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. അതായത് വനത്തിൽ വെച്ചാണ് സംഭവം നടന്നതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം വനമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ തന്നെ ഉണ്ട്. അത് തന്നെ വലിയ പ്രതിഷേധത്തിനിടയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സാഹചര്യമില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടില്ല. അതുൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് വനമന്ത്രി അത്തരമൊരു ഇത്രയും ഇത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാനുണ്ട്. കാരണം ഒരു കാരണവശാലും അങ്ങനെ ഇത്രയും ആളുകൾ പ്രതിഷേധത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതികരണം എന്തുകൊണ്ട് നടത്തി? നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാം. വനത്തിൽ വെച്ചുണ്ടായ ആക്രമണമാണ്, അത് വിശദീകരിച്ചുകൊണ്ടൊരു പത്രക്കുറിപ്പ് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും വനത്തിൽ വെച്ച് നടന്നൊരു കാട്ടാന ആക്രമണമായി അതിനെ വരുത്തി തീർക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം ഒരുപക്ഷെ വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതെന്തായാലും നാട്ടുകാരുടെ ഇടയ്ക്ക് വലിയ തരത്തിൽ പ്രതിഷേധത്തിനിടയാക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. തേക്ക് പ്ലാന്റേഷൻ ആണ്, അത് വനം എന്ന് പറയാൻ പറ്റില്ല, തേക്ക് പ്ലാന്റേഷൻ ആണ്. അത് വനംവകുപ്പിന്റെ അധീനതയിലാണ് എന്നുള്ള വസ്തുതയുണ്ട്. എങ്കിൽ കൂടിയും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങിയിരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാനകൾ സ്ഥിരമായി ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. മാത്രമല്ല, ഇപ്പോഴും ജനവാസ മേഖലയ്ക്കടുത്ത് ഈ കാട്ടാനകൾ തുടരുത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ശരി രാഹുൽ, വ്യക്തമാണ് ആ മേഖലയിൽ തുടർച്ചയായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ടെന്ന നാട്ടുകാരും അല്പം മുൻപ് 24 പ്രതികരിച്ചിരുന്നു. ഈ മേഖലയിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. ആശുപത്രിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രതിഷേധമുണ്ടാകുന്നു. കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടമായിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇടുക്കി മുള്ളരിങ്ങാട് സ്വദേശി ആയ യുവാവിനാണ്. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെടുകയും ഇയാൾ അറിയിച്ചതിനെ തുടർന്നുമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണമുണ്ടായ കാര്യം മറ്റുള്ളവർ അറിയുന്നത്. മുള്ളരിങ്ങാട് പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണെന്ന് പഞ്ചായത്ത് അംഗം ഉല്ലാസ് 24 പറഞ്ഞു.
ഒരു 2 വർഷക്കാലമായിട്ട് നിരന്തരം ജനവാസ മേഖലകളിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായിട്ട് കാട്ടാന ശല്യമുണ്ട്. നമ്മൾ പലവട്ടം പല രീതിക്ക് നമ്മൾ പ്രതിഷേധിച്ചത്. അപ്പോൾ നമ്മൾ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി കഴിയുമ്പോൾ ഫോറസ്റ്റുകാരെ അറിയിച്ചാൽ അവർ വന്നിട്ട് അതിനെ തുരുത്തി വിടും. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അത് വീണ്ടും ഇറങ്ങി വരും. ആ ഒരു അവസ്ഥയാണ് അവിടെ നിൽക്കുന്നത്. ദുരന്തം സംഭവിച്ചല്ലേ ഉള്ളൂ. ദുരന്തം സംഭവിച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് ആലോചിച്ചിട്ട് നമ്മൾ ഏത് രീതിയിൽ പ്രതിഷേധിക്കണം എന്താണെന്നുള്ളത് നമ്മൾ അതിന് ശേഷം നമ്മൾ തീരുമാനം. ഇപ്പോൾ നമ്മൾ ജീവനുണ്ടെന്ന് കരുതിയാണ് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കൊണ്ടുവന്നപ്പോഴാണ് മരിച്ചു എന്ന് പറഞ്ഞത്. ഇനി നമ്മളിപ്പോൾ അത് നമുക്കൊരു ഗ്യാപ്പ് കിട്ടില്ല. അത് കൂടി ആലോചിച്ച് നമ്മൾ ഉചിതമായ ഒരു തീരുമാനം നമ്മൾ അറിയിക്കും. വനനിയമത്തിൽ ഭേദഗതി വേണമെന്ന് ജോസ് കെ മാണി MP 24 പറഞ്ഞു. കാട്ടാനശല്യം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് PJ ജോസഫും ആവശ്യപ്പെട്ടു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ആന ഇറങ്ങാതിരിക്കത്തക്കവണ്ണം ഫെൻസിങ് വേണം. ഫെൻസിങ് മാത്രം പോരാ, ട്രെഞ്ചും ഉണ്ടാക്കണം. ട്രെഞ്ചിൻ്റെ അരികിൽ അടിയന്തരമായി ഫെൻസിങ് നടത്തണം. ഇവിടെ ജനങ്ങൾ കൂടിയെന്ന് ആനയെ തിരിച്ചു വിടുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ മേഖലയിൽ മുള്ളരിങ്ങാട് മേഖലയിൽ ഫെൻസിങ് ഏർപ്പെടുത്തണം, ട്രെഞ്ചും ഉണ്ടാക്കണം. വനം സംരക്ഷിക്കുന്നതോടൊപ്പം വന്യമൃഗങ്ങൾ ജനങ്ങൾക്ക് ഉപദ്രവമായി തീരാതിരിക്കത്തക്കവണ്ണമുള്ള നടപടിയും കൂടി വനം വകുപ്പ് സ്വീകരിക്കണം. അത് അവരുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണം. 3-4 വർഷമായിട്ട് ഞങ്ങളുടെ കാട്ടിൽ ആനകളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടും ഞങ്ങളുടെ സ്വത്തിനും ജീവനും വരെ സംരക്ഷണം നൽകാൻ ഒരു അധികാരപ്പെട്ടവർ ഇന്ന് വരെ തുനിഞ്ഞിട്ടില്ല. ഒരു രാത്രി ഒരു ആശുപത്രി കേസിനോ ഒരു കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണില്ല. ഇതെങ്ങനെ ഞങ്ങൾ സഹിക്കും? ഇതിന് എന്തെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊരു നടപടി വേണ്ടേ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടണ്ടേ? എന്ത് സമാധാനത്തിലാണ് ആ കുടുംബം കഴിയണേ? എൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബം എന്ത് സമാധാനത്തിലാണ് കഴിയണേ? ഒരു 24 വയസ്സ് മാത്രമുള്ള ആ പിഞ്ചുമോൻ ഇന്നാണ് മരണപ്പെട്ടേക്കണേ. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കാട്ടാനയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനയുടെ ശല്യമാണ് ഞങ്ങളുടെ നാട്ടിൽ. റോട്ടിലൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത പല സാഹചര്യങ്ങളും ഞങ്ങളുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടും ശാശ്വതമായൊരു പരിഹാരം നാളെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 13 കിലോമീറ്ററോളം ഫെൻസിങ് തീർക്കേണ്ടടുത്ത് 3-4 കിലോമീറ്റർ ഫെൻസിങ് തീർത്ത് ആളുകളുടെ ഇടയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് കാട്ടിൽ അഴിച്ചുവിട്ടേർന്ന പശുവിനെ അഴിക്കാൻ പോയ നമ്മുടെ കൂട്ടുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ, അതിദാരുണമായ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. സംഭവത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. മരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. ആത്മഹത്യയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. NM വിജയന്റെ മരണത്തിനു പിന്നാലെ സാമ്പത്തിക ഇടപാടുകളടക്കം ആരോപണമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസിന്റെ അന്വേഷണം. ബത്തേരി DYSP അബ്ദുൾ ഷരീഫിനാണ് അന്വേഷണ ചുമതല. ബത്തേരി അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇയാളുടെ അമ്പലവയലിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. NM വിജയന്റെ മൂത്ത മകന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. NM വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 24 വയനാട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനും KPCC അധ്യക്ഷനുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാണ് CPIMന്റെ ആവശ്യം. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണ് എന്നാണ് IC ബാലകൃഷ്ണന്റെ പ്രതികരണം. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടലുണ്ടാവുകയോ അതിലൊരു പരിഹാരമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് KPCC നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCC നേതൃത്വത്തിനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLAക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് കൂടെ CPM ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. വ്യാജേന എഴുതി ചേർത്താണ്. അത്തരത്തിലുള്ള ഒരു സമീപനം ശരിയല്ല ഈ ജനാധിപത്യ സംവിധാനത്തിൽ. ഇതാര് പുറത്തു വിട്ടു, ആരിത് ഈ രേഖകളുണ്ടാക്കി, അവരെ കണ്ടെത്തേണ്ടത് അത് രാഷ്ട്രീയത്തിന്റെ മുഖമോ ജാതിയുടെ മുഖമോ മതത്തിന്റെ മുഖമോ നോക്കിയല്ല. ഇത്തരത്തിലുള്ള ക്രൂരമായ വികൃതമായ പ്രവൃത്തി ഉൾപ്പോരിൽ കൂടി നടത്തുന്ന ആരാണെങ്കിലും അവർ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്.
നാളെ IC ബാലകൃഷ്ണൻ MLA ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തും. ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് IC ബാലകൃഷ്ണന്റെ തീരുമാനം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വനം വകുപ്പ് ജീവനക്കാരായ 9 പേർക്ക് സസ്പെൻഷൻ. വനമന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 24 ഇംപാക്ട് വിവരങ്ങളുമായി ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, 24 പുറത്തുവിട്ട വാർത്തയാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തായാലും ഇതിലിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. പ്രവിധ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെ അതാത് വകുപ്പുകളിൽ തന്നെ കർശന നടപടി വേണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ആദ്യഘട്ട നടപടികളിൽ ഒന്നായി വനം മന്ത്രി ഇത്തരത്തിൽ സസ്പെൻഷൻ 9 ഉദ്യോഗസ്ഥരെയാണ് നടപടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LD മുതൽ വാച്ചർ മുതൽ 7 പാർട്ട് ടൈം സൂപ്പർമാർ വരെ ഉള്ളവരെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയിലാണ് വനമന്ത്രി AK ശശീന്ദ്രൻ 9 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് മറ്റു വകുപ്പുകളിലും അധികം വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് വിവരം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വനം വകുപ്പ് ജീവനക്കാരായ 9 പേർക്ക് സസ്പെൻഷൻ. വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശപ്രകാരമാണ് നടപടി. വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. ശിക്ഷാവിധിക്ക് ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കേസിൽ പ്രതിഭാഗം അഭിഭാഷകൻ ശ്രീധരനെതിരെ ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ രംഗത്ത് വന്നു. കൊച്ചി CBI കോടതി കേസിൽ വിധി പറഞ്ഞതോടെയാണ് കുടുംബം നിലപാട് വ്യക്തമാക്കിയത്. ജനുവരി 3 അന്തിമ വിധി വന്നതിന് ശേഷം അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ആദ്യഘട്ടം മുതൽ കുടുംബത്തിനൊപ്പം നിന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ വഞ്ചിച്ചെന്നും സത്യനാരായണൻ. CK ശ്രീധരന്റെ അഭിഭാഷക ജീവിതം അധപ്പതിച്ചെന്നും നീചനെന്നും ശരത് ലാലിന്റെ പിതാവിന്റെ ആരോപണം. അയാൾ ഈ കേരളത്തിൽ വാദിച്ചതിൽ ഈ വക്കീൽ പണി എടുത്തതിന് ശേഷം ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വക്കീൽ, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ നമ്മോട് കാട്ടിയ അതിനുള്ള ഒരു പ്രത്യേക ശിക്ഷയാണ് അയാൾക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആരോപണം പ്രതിഭാഗം അഭിഭാഷകനായ CK ശ്രീധരൻ തള്ളി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശത്തിന് ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ആളുകളോ എന്നെ സമീപിക്കുകയോ ഞാൻ കേസ് കാര്യങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിനിടെ കേസ് നടത്തിപ്പിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് KPCC മുൻ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി. കോൺഗ്രസ് നേതൃത്വം ഈ കേസിനെ വേണ്ടുന്ന രീതിയിൽ ശക്തമായിട്ട് പിന്തുണച്ചിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് അന്നും ഇന്നുള്ളത്. കാരണം ഒരു ചെറിയ കാശിന് വേണ്ടി പോലും 1000 വട്ടം പല നേതാക്കന്മാരെയും വിളിക്കേണ്ട ഗതികേട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ബാലകൃഷ്ണൻ പെരിയയ്ക്കും CPIM-നും ഒരേ വാക്കുകളെന്ന് DCC പ്രസിഡന്റ് PK ഫൈസലിന്റെ മറുപടി. ബാലകൃഷ്ണൻ പെരിയക്ക് എന്തും പറയാം. ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള വലിയ ഒരു ഒരു പ്രവർത്തനങ്ങളുമായാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ വിജയമാണ് കുടുംബം ഉൾപ്പെടെ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ അന്തിമ വിധി വരാനിരിക്കെ കേസ് നടത്തിപ്പിനെ ചൊല്ലി ജില്ലയിൽ വിവാദമുയരുകയാണ്. 24 കാസർഗോഡ്. നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ച CPIM ശിക്ഷാവിധിക്ക് ശേഷം പ്രതികരണമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരള പോലീസ് അന്വേഷണത്തിന്റെ തുടർച്ച മാത്രമാണ് CBIയുടേത് എന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വാദം. വരട്ടെ, എല്ലാം കൂടി വരട്ടെ. നീ പറയാം 3-ാം തീയതിക്ക് ശേഷം പറയാം കേട്ടോ. വിധി വരട്ടെ. ഇതിൽ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ഒരു പിന്തുണയോടുകൂടി നടന്ന കൊലപാതകവുമല്ല. ഇതിൽ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടാണ് പോലീസ് ആരംഭം മുതൽ എടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ ഇന്ന് 4 പേർക്ക് ജീവൻ നഷ്ടമായി. കാസർഗോഡ് ഐങ്ങോത്തുണ്ടായ KSRTC ബസും കാറും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ 2 കുട്ടികൾ മരിച്ചു. കോഴിക്കോട് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച 64-കാരനും ആലത്തൂരിൽ ബസിന്റെ ഡോറിൽ നിന്ന് തെറിച്ചു വീണ് വയോധികയ്ക്കും ജീവൻ നഷ്ടമായി. കാസർഗോഡ് ഐങ്ങോത്തിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചാണ് നീലേശ്വരം കണിച്ചിറ സ്വദേശികളായ 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്. 12 വയസ്സുകാരി ലഹബ് സൈനബ, 5 വയസ്സുകാരൻ സൈൻ റഹ്മാൻ എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റ് 3 പേരുടെ പരുക്ക് ഗുരുതരമാണ്. ആലത്തൂർ കാടാമ്പുഴ റൂട്ടിലോടുന്ന മർവ എന്ന ബസിന്റെ ഡോറിലൂടെ തെറിച്ചു വീണാണ് 65-കാരിക്ക് ജീവൻ നഷ്ടമായത്.
ഇന്ദിരാദേവിയാണ് മരിച്ചത്. അമിത വേഗത്തിൽ വളവ് വീശിയൊടിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിന് പിന്നാലെ കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി. കോഴിക്കോട് തൊണ്ടയാട് സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് 64-കാരന് ജീവൻ നഷ്ടമായത്. CP ബാലകൃഷ്ണനാണ് മരിച്ചത്. ബാലകൃഷ്ണനും ബന്ധുവും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇതേ ദിശയിൽ വന്ന മറ്റൊരു സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. കോട്ടയം വൈക്കം കച്ചേരിക്കവലയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരുക്കേറ്റു. ഓട്ടോറിക്ഷയിൽ തട്ടിയ കാർ നിർത്താതെ പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് നവദമ്പതികൾ ഉൾപ്പെടെ 4 പേരുടെ മരണത്തിനിടയാക്കിയ കോന്നി കൂടൽ മുറിഞ്ഞകല്ലിൽ കാറുകൾ കൂട്ടിയിടിച്ചു. പരുക്കേറ്റവരെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ പാതയിൽ ഈട്ടിമുട്ടിപ്പടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചു. കാറിലുള്ളവർക്ക് പരുക്കുണ്ട്. ന്യൂസ് ഡെസ്ക് 24. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കെതിരെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം തൃപ്തികരമായിരുന്നില്ല എന്ന വിമർശനം. മുതിർന്ന അംഗങ്ങൾ പോലും സംഘടനാ ജോലികൾ കൃത്യമായി ചെയ്തില്ല എന്നും MV ഗോവിന്ദൻ. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീജിത്ത്, വിവരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിന്റെ തോൽവി വലിയ ചർച്ചയായിരുന്നു പ്രവിത. എന്തായാലും ആ ചർച്ച സംസ്ഥാന നേതൃത്വം ഏത് തരത്തിലാണ് കണ്ടിരിക്കുന്നതെന്ന് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികളോട് തുറന്നു പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുതിർന്ന നേതാക്കളുടെ പ്രവർത്തനം പോലും കൃത്യമായി നടന്നിരുന്നില്ല. സംഘടനാ ജോലികൾ മുതിർന്ന നേതാക്കൾ പോലും നിർവഹിച്ചിരുന്നില്ല. അത് താഴെ തട്ടിലും കൃത്യമായ രീതിയിൽ പ്രതിഫലിച്ചു. അതാണ് വോട്ട് കുറയാൻ കാരണമെന്ന് MV ഗോവിന്ദൻ പറയുന്നു. ഇതുകൂടാതെ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. നിരവധി പരാതികൾ ജില്ലാ നേതൃത്വത്തിനെതിരെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായ രീതിയിൽ പരിശോധിക്കാൻ ജില്ലാ നേതൃത്വത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പരിശോധിക്കുന്നില്ല എന്നാണ് വിമർശനം. എന്തായാലും MV ഗോവിന്ദന്റെ സംസാരം അല്ലെങ്കിൽ പ്രസംഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൊതു ചർച്ചയ്ക്കുള്ള മറുപടിയാണത്. അല്പസമയത്തിനകം തന്നെ ഈ ചർച്ച മറുപടി പൂർത്തിയാകും. പ്രവിത, ഇതോടെ വാർത്താ സന്ധ്യ പൂർണ്ണമാകുന്നു.